അപ്പോ നമുക്ക് ഇന്ന് രാത്രി ഇതിന്റെ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാലോ? ഈ ഡ്രസ്സിനെ കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോ നമ്മള് റോട്ടുമ്പിൽ ഇറങ്ങിയപ്പോൾ ഉണ്ട് എല്ലാ ഷോപ്പും. ഇതാ ഇപ്പൊ ഇത് കണ്ടില്ലേ, ഫുള്ള് ലൈറ്റ് ഇത് കുളിപ്പിച്ചിന് സംഭവം, ഫുള്ള് ലൈറ്റ് തള്ളേ സംഭവം. പിറ്റേന്ന് പെരുന്നാളല്ലേ, പിന്നെ അതിന്റെ ഇടയിൽ ആൾക്കാരെ പഠിപ്പിക്കാൻ പടക്കം പൊട്ടുന്നുണ്ട്. ശബ്ദം കേൾക്കുന്നത് നമുക്കറിയില്ല. എന്നിട്ട് റോട്ടുമ്പിൽ ഇറങ്ങിയപ്പോൾ ശരിക്കും ഒരു സംഭവം വണ്ടി കിട്ടുന്നില്ല. സംഭവം എന്താ, പിറ്റേന്ന് പെരുന്നാളല്ലേ, നാട്ടുകാർ മൊത്തം റോട്ടുമ്പിൽ ഇറങ്ങിന്. അങ്ങനെ ഞാനും ഉമ്മയും അനിയനും കൂടി നടക്കുന്നു. സംഭവം ഓനെന്താ ഈ നടത്തോ, ഓനിക്ക് ഫസ്റ്റ് ഡ്രസ്സ് എടുക്കുന്നത്. അങ്ങനെ ഓനിക്ക് എടുക്കേണ്ട ഡ്രസ്സിന്റെ പേടി ഓൻ തന്നെ കണ്ടുപിടിച്ച്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്താ ഈ രാത്രി ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്? സംഭവം എന്താ, ഡ്രസ്സ് എത്ര എടുത്താലും ആ രാത്രി ഇറങ്ങി നടക്കല് പെരുന്നാളിന്റെ മുന്നത്തെ ദിവസം ഒരു സൂപ്പർ സംഭവമാണ്. അവിടെ പോയപ്പോൾ നല്ല ഡ്രസ്സുകൾ. അങ്ങനെ എനിക്കൊരു ഡ്രസ്സും വാങ്ങിച്ചെടുത്ത് അതിൻ്റെ അപ്പുറം ഷൂസും എടുത്ത്. അല്ല, ഒരു കാര്യം പറയട്ടെ, ഈ എല്ലാ സംഭവം രാത്രിയിൽ ഇങ്ങനെ വരും. കാരണം മൊത്തം വീടിന്റെ മുന്നും ഫുള്ള് ലൈറ്റ് ഉണ്ടല്ലോ അലങ്കരിച്ചിന്, അല്ലാണ്ട് രാത്രി എന്ത് കാണാനാ? പിന്നെ ഒരു കാര്യം, ഈദ്ഗാഹിൽ പോയത് അത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ബൈ. അപ്പോ ഇന്നലെ പെരുന്നാളല്ലേ ഗൈസ്, നിങ്ങൾ ഈദ്ഗാഹിൽ പോയിട്ടുണ്ടാവില്ലേ? രാവിലെ തന്നെ ഞങ്ങളും പോയി. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡ്രസ്സ്. എങ്ങനെയുണ്ട്? അത് പോട്ടെ, രാവിലെ 7 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് നോക്കുമ്പോൾ പീടിയിലൊന്നും ഒരാളും ഇല്ല. സംഭവം എല്ലാവരും പീടിയും പൂട്ടി ഈദ്ഗാഹിലേക്ക് പോയിന്. അങ്ങനെ ഈദ്ഗാഹിലെത്തി. അന്നേരത്തുണ്ട് അവിടുത്തെ എല്ലാവരും നല്ല അടിപൊളി ഡ്രസ്സെല്ലാം ആയിട്ട് വന്നിന്. സൂപ്പർ സ്ഥലത്തായിരുന്നു നിസ്കരിക്കാൻ സ്ഥലം വെച്ചത്. ഞാൻ പറഞ്ഞുതരാം അതിനെ കുറിച്ചിട്ട്. അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ട്, കുറെ അമ്മായിമാരും എല്ലാവരും പരിചയപ്പെട്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ എൻ്റെ ഉമ്മാന്റെ വീട്ടിലാ ഇതിന് പോയെ, അതുകൊണ്ട് അവിടെ ഫുള്ള് കുടുംബക്കാരാ. ഇതാ ഞാൻ പറഞ്ഞ സംഭവം. നല്ല അടിപൊളിയായിട്ടില്ലേ? നമ്മൾ നിസ്കരിച്ചതിന്റെ ബാക്കില് എന്താ പറയാ, വണ്ടി ട്രെയിനെല്ലാം പോകുന്നു. പിന്നെ ഒരു കാര്യം, എങ്ങനെയുണ്ട് എൻ്റെ അനിയന്റെ ഡ്രസ്സ്? ആദ്യമായിട്ടാണ് കുറച്ച് ലൈറ്റ് കളർ എടുക്കുന്നത്. എപ്പോഴും ബ്ലാക്ക് എനിക്കിഷ്ടം, എടുത്തിട്ട് വരും. അതുപോട്ടെ, മിസ്റ്റർ ഫോട്ടോഗ്രാഫർ എൻ്റെ അനിയൻ്റെ എടുത്ത ഫോട്ടോ. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. അന്നേരത്ത് മുത്തമ്മ നല്ല ഭക്ഷണം ഉണ്ടായി കാത്തിരിക്കുന്നുണ്ടേനു. അപ്പൊ എല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ച് ബാക്കി അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ബൈ.